ശാസ്ത്രീയ സംഗീതത്തിലെ രാഗങ്ങളെ വളരെ ലളിതമായി അവതരിപ്പിക്കുന്ന രാഗങ്ങളുടെ ഉത്സവമായ ഈ രാഗോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാം ഉത്സവത്തിലെ രാഗമായ മോഹനം ഒന്നാം ഉത്സവം കൊണ്ട് തീർന്നില്ല. ആ ഒന്നാം ഉത്സവം രണ്ടാം ദിവസത്തിലേക്കും കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ നോർവേയിലുള്ള ഒരു വെസ്റ്റേൺ ക്ലാസിക്കൽ കമ്പോസറുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. ഗ്രീഗ്. അദ്ദേഹം ഈ രാഗത്തിൽ ഈ മട്ടിലുള്ളൊരു സാധനം കമ്പോസ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഒരു കോയിൻസിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ത്യ എന്നുള്ള ഒരു രാജ്യം ഈ ഭാഗത്തിറങ്ങുന്നു, നോർവേ വേറൊരു ഭാഗത്തിറങ്ങുന്നു ഗോളത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം ചെയ്ത കോമ്പോസിഷനാണ് മോർണിംഗ് സോങ് എന്ന് പറയും, പ്രഭാത ഗീതം. ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ വിടർന്ന് രാവിലെ വരുമ്പോൾ ഉണ്ടാകുന്ന സംഗീതം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ട്യൂൺ ഇതാണ്. അതിനകത്ത് മോഹനവും വരുന്നുണ്ട്, നമ്മുടെ രേവഗുപ്തി എന്ന് പറഞ്ഞ പ്രഭാത രാഗവും വരുന്നുണ്ട്. ചൈനീസ് സംഗീതത്തിലും ജാപ്പനീസ് സംഗീതത്തിലും ഈ മോഹനം വളരെ നന്നായിട്ട് ഉപയോഗിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, മോഹന രാഗത്തിൽ തന്നെ ഒരു പാട്ട് മൊത്തം മോഹന രാഗത്തിൽ തന്നെ വേണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? രാഗം നമ്മൾ ഒരു രാഗത്തെ ബേസ് ചെയ്താൽ അത് പാടി വരുമ്പോൾ അല്പസ്വല്പം ചില നോട്ടുകളൊക്കെ മാറും. അത് ഈ സുഖത്തിന് വേണ്ടി നമ്മൾ ചില ഭാഗങ്ങൾ പാടി വരുമ്പോൾ അത് നല്ല സുഖമായിട്ട് തോന്നുക. അപ്പോൾ ആ വഴിക്ക് മാറുമ്പോൾ രാഗം മാറുക. ലളിതഗാനം ചെയ്യുമ്പോൾ ഒരു സുഖം തേടി പോകുന്നൊരു വഴിയിട്ട് നല്ല പാടി നോക്കുമ്പോൾ ഇത് തിരക്കെല്ലാം തോന്നുമ്പോൾ അവിടെ ആ രാഗത്തിൻ്റെ സ്വരസ്ഥാനത്തിൽ നിന്ന് ലേശം മാറിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ആ രാഗം അതിൽ നിന്ന് മാറി പകുതി പോകുന്നത്. അത് കുറ്റമല്ല, ലളിതഗാനമാകുമ്പോൾ അത് മനഃപൂർവ്വം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഒരുപാട് സിനിമാ ഗാനങ്ങളിൽ നമ്മൾ ഈ മോഹനവും കല്യാണിയും ചേർത്തും, മോഹനവും ശങ്കരാഭരണവും ചേർത്തും, മോഹനവും ഹംസധ്വനിയും ചേർത്തും ഇങ്ങനെ ഒരുപാട് രാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് കേൾക്കാറുണ്ട്. ഇപ്പോൾ മോഹന രാഗത്തിൽ ചെറിയ വേറെ രാഗത്തിൻ്റെ ഛായയോടുകൂടി അവതരിപ്പിക്കുന്ന പാട്ടുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഗിറ്റാറില്ലാതായിപ്പോയി, അല്ലെങ്കിൽ
കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കനലി ചന്ദനച്ചോലയിൽ മുങ്ങി നീരാടിയൻ ഇളമാക്കിടാവേ ഉറക്കമായോ വൃശ്ചികരാത്രി തൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗർണമി ഉറങ്ങിയോ. ഈ ചന്ദനലേപ സുഗന്ധം ചന്ദന ചോലയിൽ. അപ്പോൾ എന്തോ ചന്ദന എന്നുള്ള വാക്കുമായിട്ട് ഈ മോഹനരാഗത്തിന് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ഒരു അഷ്ടപതി ഉണ്ടല്ലോ, ചന്ദന ചർച്ചിത. ഒന്ന് പാടിക്കും. ചന്ദന ചർച്ചിത നീലകളേബര പീത വസന വനമാലി ഹരിരിഹ മുഗ്ധവധൂ നികരേ വിലാസിനി വിലസതി കേളിപ്പരേ. ഈ കഥകളി സംഗീതത്തിൽ ഈ രാഗം ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കിരാതം കഥയിൽ അർജുനൻ തപസ് അനുഷ്ഠിക്കാനായിട്ട് ഒരു സ്ഥലം കണ്ടെത്തുന്നു. അതിനുശേഷം ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്നു. നമുക്ക് ഹരിദാസേട്ടനോട് ചോദിക്കാം. കഥകളിയിൽ ധാരാളമുണ്ട് മോഹനം, പല ഇതായിട്ടും. ഗൗരീശം മാമ കാണാകേണം ശോഭ ഗൗരാഭം തിരുമൈ മുഴുവൻ ഗൗരീശം മാമ കാണാകേണം ശോഭ ഗൗരാഭം തിരുമൈ മുഴുവൻ ശൗരീ വിരിംച പുരന്ദര മുഖ്യ ശൗരീ വിരിംച പുരന്ദര മുഖ്യ സുരാസുര സർവ ചരാചര വന്ദ്യ. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് വളരെ ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ഒരാളാണ്, ശ്രീ നെയ്യാറ്റിങ്കര കൃഷ്ണൻ നായർ. അദ്ദേഹം ഒരു സംഗീത രസികനാണ്. കൂടാണ്ട് PWDയിൽ നിന്ന് ഡ്രാഫ്റ്റ്സ്മാനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. നമസ്കാരം. താങ്കൾ 53 വർഷമായിട്ട് വലിയ വലിയ മഹാരഥന്മാരുടെ സംഗീത കച്ചേരികൾ കേട്ടിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് അതിലെ ഓർമ്മകളൊന്ന് പറയാമോ? അതിൻ്റെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അന്നത്തെ കച്ചേരി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഓരോ കച്ചേരി കേൾക്കും തോറും നമുക്ക് പിന്നെയും കച്ചേരി കേൾക്കണം എന്നുള്ള ആഗ്രഹമാണ്. ആരുടെയൊക്കെയാണ് അന്നത്തെ കച്ചേരി എന്ന് വെച്ചാൽ ചെമ്പയുടെ, അരയക്കുടി രാമലിംഗക്കാർ, പിന്നെ മുസൂരി സുബ്രഹ്മണ്യർ, ഈ മധുരമണിയർ, GN ബാലസുബ്രഹ്മണ്യം, ചെമ്മാങ്കുടി ശ്രീനിവാസയ്യർ, ഇങ്ങനെ വലിയ വലിയ പ്രഗത്ഭരായിട്ടുള്ള വലിയ വലിയ കച്ചേരിക്കാരെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾ ചീട്ടുകളിയിൽ കമ്പമുള്ള ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ചീട്ടുകളി വലിയ കമ്പമാണ്, വലിയ കമ്പമാണ്. ഈ ചീട്ടുകളിയും സംഗീതവും തമ്മിലുള്ള ബന്ധം ഉണ്ട്. പൊളിഞ്ഞു വരുമ്പോൾ ഏതെങ്കിലും ഒരു രാഗം കാമ്പോജിയാണെങ്കിൽ മോഹനം പാടാറുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് മൂളിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ ആ ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഈ ചീട്ട് കളിച്ച് കുറേ അങ്ങോട്ട് പൊളിയാണ്. അപ്പോൾ ഒരു ടെൻഷൻ വരാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് പിടിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചെറിയ ഒരു റിലീഫ് കിട്ടും. മോഹന രാമ മോഹന രാമ മോഹന രാമ മുഖജിത സോമ
മോഹന രാമ മോഹന രാമ മോഹന രാമ മോഹന രാമ മോഹന രാമ രാഗോത്സവം. നമ്മുടെ ശാസ്ത്രീയ സംഗീതം ശരിക്ക് ഉണ്ടായിട്ടുള്ളത് ഫോക്ക് മ്യൂസിക്കിൽ നിന്നാണ്. ഞാനൊരു കവിത ഞാനിപ്പോൾ പെട്ടെന്ന് കമ്പോസ് ചെയ്യാണ്. ചിങ്ങപ്പൂങ്കുയിലെ ഓണം കൂടാൻ വായോ ചിങ്ങപ്പൂങ്കുയിലെ. എങ്ങനെ ഈ മോഹനരാഗത്തിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക? ചിങ്ങപ്പൂങ്കുയിലേ 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 ഓണം കൂടാൻ വായോ ചിങ്ങപ്പൂങ്കുയിലേ. ഇനി ഒരു കവിത കൂടെ പറയാം. മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. വരവീണ മൃദുപാണി ലളിതമതി ശരിയാക്കാം തണുവലകൾ തഴുകി വരും പരമസുഖം. വഴിയോരം വെയിൽ കായും പലമലരിൻ കവിളിണയിൽ ഇളമഞ്ഞിൽ തണുവലകൾ തഴുകി വരും പരമസുഖം. പനി നീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ നിൻ തളിർമീനു കൈ പോയാലും ചന്തം കുറഞ്ഞിടുമോ ചന്തം കുറഞ്ഞിടുമോ. സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം ഒരു മധുര സംഗീതമേ ജീവിതം. സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പം പോലെല്ലാം സാധിക്കുമെന്നാൽ. സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു ചേർന്നാൽ സങ്കല്പം പോലെല്ലാം സാധിക്കും എന്നാൽ സംഗീതമേ ജീവിതം. വളരെ പ്രാചീനമേറിയ രാഗങ്ങളിലൊന്നാണ് മോഹനം. പ്രാചീന തമിഴ് സംഗീതത്തിൽ ഇതിനെ രേവഗുപ്തി എന്നാണ് വിളിച്ചിരുന്നത്. ശങ്കരാഭരണ രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ തന്നെ ആണ് ഇതിനുപയോഗിക്കുന്നത്. അതുകൊണ്ട് ശങ്കരാഭരണ രാഗത്തിൻ്റെ ജന്യമാണ് ഈ രാഗം എന്ന് പറയും. വിരുത്തങ്ങൾ, ശ്ലോകങ്ങൾ എന്നിവ പാടാൻ വളരെ യോജിച്ചൊരു രാഗമാണ് മോഹനം. 5 സ്വരം മാത്രമേ ഈ രാഗത്തിനുള്ളൂ. സരി ഗ പദ സ ദ പ ഗ രി സ. 5 സ്വരങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന രാഗങ്ങൾക്ക് നമ്മുടെ സംഗീതത്തിൽ ഔഡവ രാഗം എന്നാണ് പറയുന്നത്. ഇതിൽ ധാരാളം കീർത്തനങ്ങൾ. ഇതിൻ്റെ രാഗലക്ഷണം പറയുമ്പം ഈ കീർത്തനങ്ങളെ കുറിച്ച് പറയാതെ വയ്യ. കാരണം മോഹനരാഗത്തിൻ്റെ എസൻസ് ഈ കീർത്തനങ്ങൾ നിറച്ചു വെച്ചിട്ട് നമുക്ക് പല വാഗ്ഗേയകാരന്മാരും തന്നിരിക്കുകയാണ്. ത്യാഗരാജ സ്വാമികളുടെ മോഹനരാമ നനു പാലിംപ. ഇത് മാത്രമല്ല, ഇനിയും മറ്റു പല വാഗ്ഗേയന്മാരുടെയും ശ്രീരമ
രമണീ മനോഹര. ത്യാഗരാജസ്വാമികൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഊത്തുക്കാട് വെങ്കട സുബ്ബയ്യർ എന്ന ഒരു മഹാനായ വാഗ്ഗേയകാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വാഗതം കൃഷ്ണ ചരണാഗതം കൃഷ്ണ സദാ പാലയ സാരസാക്ഷി. കൂടാതെ തിരുപ്പുകഴ് എന്ന ഒരു സംഗീത രൂപമുണ്ട് തമിഴിൽ. അതിൽ നായകനായി നിன்ற നന്ദഗോപനുടയ കോയിൽ കാപ്പനെ കൊടി തോன்றுം തോരണ. ഇങ്ങനെ ഒരുപാട് കീർത്തനങ്ങളുണ്ട്. ഈ കീർത്തനങ്ങളിലെല്ലാം നമുക്ക് ഈ മോഹനരാഗം നമുക്ക് മുമ്പേ കടന്നു പോയിരിക്കുന്ന ഒരുപാട് മഹാവാഗ്ഗേയകാരന്മാർ മോഹനരാഗത്തിൻ്റെ ലക്ഷണത്തിന് ആയി തന്നെ നിറച്ചു വെച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. സംഗീതത്തിന് കാലദേശഭേദമില്ല. സംഗീതം യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണെന്ന് പറയാറുണ്ട്. അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാ ഋതുക്കൾക്കും സ്യൂട്ടബിളായിട്ടുള്ള ഈ മോഹനരാഗത്തെ നമുക്ക് ആരാധിക്കാം രാഗാരാധനയിലൂടെ. ഈ രാഗത്തിൽ ഇപ്പോൾ നിരവധി ഗാനങ്ങൾ നിങ്ങൾ കേട്ടു. ഈ പരിപാടിയിൽ വരാത്ത ഇഷ്ടംപോലെ ഗാനങ്ങളുണ്ട് ഈ മോഹനരാഗത്തിൽ. നിങ്ങൾ 2 ഗാനങ്ങൾ മോഹനരാഗത്തിലുള്ളത് കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങളുടെ വിലാസം രാഗോത്സവം, കൈരളി TV, ഫോർട്ട് PO, തിരുവനന്തപുരം. आधुनिक दिव्य गुणा